ഹലോ, ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു ഓൺ വോയിസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അമ്മയും ഞാനും കൂടി രാവിലെ തന്നെ KSRTC സ്റ്റാൻഡിലാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങളൊന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോവുകയാണ്, എൻ്റെ ഇക്കമ്മയുടെ വീട്ടിലേക്ക്. ഇക്കമ്മ ആരാണെന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. ട്രാവൽ സിക്നസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മത്തടിച്ചിരിക്കുകയാണ്. അമ്മയുടെ സിബ്ലിങ്സ് എല്ലാം കോട്ടയം ബേസ്ഡ് ആണ്, ഞങ്ങൾ മാത്രമേ ഇങ്ങനെ ചേർത്തലയ്ക്ക് പോന്നിട്ടുള്ളൂ. അപ്പോൾ ആ റൂട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡാണ്. എനിക്ക് ആ ഏരിയയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഇക്കമ്മയുടെ വീട്ടിലെത്തിയിട്ടോ. ദേ ഒരുപാട് റബ്ബർ തോട്ടങ്ങൾക്കിടയിലുള്ളൊരു വീടാണ്, ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസാണ്. അങ്ങനെ വൈകിട്ടായപ്പോൾ ഞങ്ങൾ ദേ അമ്പലത്തിൽ വരെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. കസിൻസിൻ്റെ പിള്ളേർ ആദ്യത്തെ ട്രിപ്പിലങ്ങ് പോയി, ഞങ്ങൾ ദേ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ചെറുവള്ളിക്കാവിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് കസിൻ ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഒക്കെ പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദേ അമ്പലത്തിലെത്തി. ഇവിടുത്തെ കുളത്തിൽ നിറയെ മീനാണ് കേട്ടോ, പക്ഷെ രാത്രി ആയതുകൊണ്ട് വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല. ദേ ഇതാണ് ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, വഴിപാടൊക്കെ നടത്തി കുറച്ച് അധികം നേരം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു കേട്ടോ. ദേ ഈ കാണുന്നതാണ് എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ. പിന്നെ ഞാൻ വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞാനും അമ്മയും കൂടി അമ്മയുടെ ഒരു കസിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ കസിനെ അമ്മ ഒരു 10-40 വർഷം മുമ്പ് അമ്മയുടെ ചെറുപ്പത്തിലാണ് കണ്ടിട്ടുള്ളത്. പിന്നീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാണാൻ പോവാണ്. ഇവർക്ക് പരസ്പരം കണ്ടാൽ പോലും അറിയില്ല കേട്ടോ. അങ്ങനെ ചോദിച്ചും പറഞ്ഞ് ഞങ്ങൾ ദേ ഇവിടെ എത്തി. ഈ നിൽക്കുന്ന അങ്കിളാണ്. ഇവർ ചെറുപ്പത്തിലെ പൂനെയിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ കസിൻസ് തമ്മിൽ കാണാൻ ഇത്രയും വൈകിപ്പോയത്. അങ്ങനെ കുറച്ച് ഇമോഷണൽ രംഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവർക്ക് ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ തിരിച്ച് ചേർത്തലയ്ക്കാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ.